സംയുക്തമായിട്ട് നടത്തുന്ന 21ാമത് ജനകീയ ഫുട്ബോൾ മേള 2026 പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മേരിയേച്ചി, അതുപോലെ തന്നെ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനും സെവൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ KM ലെനിൻ, ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ സിമാൻ ജോൺസൺ ജോർജ്, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ഹനീഫ, നമ്മുടെ കോർഡിനേറ്റർ KP രാജേട്ടൻ, ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ MLA വടക്കാഞ്ചേരി നിയോജകമണ്ഡല MLA സേവ്യർ ചിറ്റലപ്പള്ളി നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കാളിയാകാം എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ചേരുന്നു. നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ പൂരം ആയി ഈ പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ സമീപ പഞ്ചായത്തുകളും ആവേശത്തിൻ്റെ അലകടലായി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ വൈകിട്ട് 7 മണിയോടുകൂടി നമ്മുടെ പ്രാദേശിക സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ അവരെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ ടൂർണമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ലിൻഡി ഷിജു, ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ CM ലോറൻസ്, ഒപ്പം തന്നെ നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മേരി പോൾസൺ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യം വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ PB ബിനോയ് അടക്കമുള്ളവർ നമ്മുടെ പ്രാദേശിക സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ചടങ്ങിൽ പങ്കാളിയാകുകയാണ്. പ്രാദേശിക സെവൻസിൽ ഏതാണ്ട് 18 ടീമുകൾ പങ്കെടുക്കുന്ന ആ 18 ടീമുകൾ നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്, വേലൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ അടാട്ട് ഗ്രാമപഞ്ചായത്ത്, തോളൂർ ഗ്രാമപഞ്ചായത്ത്, അവണൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ലോക്കൽ ടീമുകൾ, ആ ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്നതാണ്. ഈ 18 ടീമുകളുടെ പ്രത്യേകത, ഈ പ്രാദേശിക സെവൻസിൽ ലോക്കൽ പ്ലേയേഴ്സിന് ആണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിൽ വിദേശ കളിക്കാർ ഒരാൾ പോലും കളിക്കുന്നതല്ല. അതാണ് ഈ പ്രാദേശിക ഫുട്ബോളിൻ്റെ പ്രത്യേകത. പ്രാദേശികമായിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം ഒരുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാദേശിക ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രാദേശിക സെവൻസിൽ 18 ടീമുകളിൽ 17 മത്സരങ്ങൾ നടക്കുന്ന എല്ലാ മത്സരവും വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ഇവിടെ ആരംഭിക്കും നമ്മുടെ ആദ്യ മത്സരം. അതിനുശേഷമാണ് അഖിലേന്ത്യാ മത്സരങ്ങൾ നടക്കുന്നത്. അഖിലേന്ത്യാ മത്സരങ്ങൾ നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ നമ്മുടെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA സേവ്യർ ചിറ്റലപ്പള്ളിയാണ്. സേവ്യർ ചിറ്റലപ്പള്ളിയെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള ഒരു അഭിമാനം, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മേപ്പിൾ വുഡ് ഉൾപ്പെടെ ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ഡെവലപ്മെൻറ്റ് ബഹുമാനപ്പെട്ട MLAയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പുറമെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന കായിക വകുപ്പിൻ്റെയും ഒപ്പം തന്നെ MLAയുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടും കൂടി 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് അദ്ദേഹം സാങ്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൈമാസ്ക് ലൈറ്റ്
നമ്മുടെ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണുന്നതിന് വേണ്ടി ഹൈമാസ്ക് ലൈറ്റിൻ്റെയും ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കളക്ടറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ MLA ഒരു ഇൻഡോറിൻ്റെ ഔട്ട്ഡോർ ഒരു കോർട്ട് എന്ന രീതിയിൽ അഡീഷണലായി ഒരു കോർട്ട് കൂടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഉൾപ്പെടുത്താൻ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കായിക രംഗത്ത് MLAയുടെ ഒരു ഇടപെടൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ആണ് നമ്മുടെ അഖിലേന്ത്യാ സെവൻസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ ചടങ്ങിൽ ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായ ഞങ്ങളുടെ മുൻ ഇൻ്റർനാഷണൽ ഫുട്ബോൾ താരം നമ്മുടെ KIP മുൻ ബറ്റാലിയൻ്റെ ചുമതലക്കാരൻ കൂടിയായ CV പാപ്പച്ചൻ നമ്മുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതാണ്. പുറമെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, സൂപ്പർ സ്റ്റുഡിയോൻ്റെ ഉടമയും ഒപ്പം തന്നെ അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാവ ഈ ടൂർണമെൻറ്റിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് അദ്ദേഹം നിർവഹിക്കും. പിന്നെ ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലു, ഒപ്പം തന്നെ ഒരു പ്രശസ്ത സിനിമാ താരം മണികണ്ഠൻ R ആചാരി ഉൾപ്പെടെ നമ്മുടെ ഇതിലെ വിശിഷ്ടാതിഥികളായി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. പുറമെ അസോസിയേഷൻ്റെ നേതാക്കന്മാരും നമ്മുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും കായിക രംഗത്തെ പ്രമുഖരും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നാളത്തെ ഉദ്ഘാടന മത്സരം അത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളായിട്ട് ഞങ്ങൾ കാണുകയാണ്. നാളത്തെ പ്രാദേശിക 7 ഫുട്ബോൾ മത്സരം വൈകിട്ട് 7 മണിക്ക് നമ്മുടെ തോളു ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് യങ് ഹീറോസ് പോകുന്നവരും ഒപ്പം തന്നെ ഒയാമ ആളൂരും കണ്ടാടിശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഒയാമ ആളൂരും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. അത് കഴിഞ്ഞാൽ പ്രാദേശിക സെവൻസ് കഴിഞ്ഞാൽ അഖിലേന്ത്യാ മത്സരങ്ങളിൽ ഇപ്പോൾ കേരളത്തിലെ 7 ഫുട്ബോൾ രജിസ്റ്റർ ചെയ്ത ടീമുകളിൽ ഏറ്റവും പവറായി നിൽക്കുന്ന തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ടുള്ള പവർ ഡിപ്പോ തൃശ്ശൂർ, ആ ടീം ഒരു വശത്ത് അണിനിരക്കുമ്പോൾ മറുവശത്ത് കേരളത്തിലെ സെവൻസിൻ്റെ ഈറ്റിലമെന്നറിയപ്പെടുന്ന അരീക്കോട് നിന്ന് ടൗൺ ടീം അരീക്കോട് വിദേശ കളിക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നതാണ്. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത ടൂർണമെൻറ്റിൻ്റെ സേഫ്റ്റി മുൻകരുതൽ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ 7 ഫുട്ബോൾ അസോസിയേഷൻ 1 കോടി രൂപയ്ക്ക് ഇതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമായും ഇവിടെ ഏർപ്പാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കളിക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്ക് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയും മറ്റ് ആശുപത്രി ചെലവുകൾക്ക് വേണ്ടി 1 ലക്ഷം രൂപയുടെ കവറേജും ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഇടപെടലാണ്. പുറമെ കാണികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്കുള്ള കവറേജ് കൂടി ഈ കാര്യങ്ങളിൽ 1 കോടി രൂപയുടെ കവറേജ് ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ അസോസിയേഷൻ ഈ ടൂർണമെൻറ്റിനെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിദേശ കളിക്കാരിൽ ഏറ്റവും താരമൂല്യമുള്ള കളിക്കാർ ബെല്ലാക്ക് ഉൾപ്പെടെ, ബെല്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ സെവൻസിൽ തന്നെ അറിയപ്പെടുന്ന താരമായിട്ടുള്ള ബെല്ലാക്ക് ഉൾപ്പെടെ പ്രമുഖ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വിദേശ താരങ്ങൾ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, അതോടൊപ്പം തന്നെ അൽമദീന ചെർപ്പളശ്ശേരി, ഒപ്പം തന്നെ KMG മാവൂര്, പവർ ഡിപ്പോ തൃശ്ശൂര്, ടൗൺ ടീം അരീക്കോട്, നക്സൽ ഷൂട്ടേഴ്സ് കാസർഗോഡ് തുടങ്ങിയ കേരളത്തിലെ ഈ പ്രമുഖ 18 ടീമുകളിൽ അണിനിരക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന. അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള കളിക്കാർക്കൊപ്പം വിദേശ താരങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാന ജില്ലാ ഗസ്റ്റ് പ്ലെയേഴ്സായിട്ട് ISL താരങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അത് തീർച്ചയായും ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു ഗ്രാമം എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന രീതിയിലാണ് 21ാമത്തെ കൊല്ലവും ഈ ടൂർണമെൻറ്റ് ഇവിടെ ഇത്രയും ഭംഗിയായി ഞങ്ങൾ സംഘടിപ്പിക്കാൻ വന്നിരിക്കുന്നു. തീർച്ചയായും ഈ കളി കാണാൻ വേണ്ടി
കാണികൾക്ക് വേണ്ടി ഒരു സ്റ്റീൽ ഗാലറിയുടെ നിർമ്മാണം പൂർണ്ണമായും അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റീൽ ഗാലറി നമുക്ക് ഏതാണ്ട് ഒരു 4000-ന് മുകളിൽ വരുന്ന നമ്മുടെ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ അതിന് ഗാലറിയുടെ നിർമ്മാണവും പിന്നെ VIP റോസ്റ്ററും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും നമ്മളിതിൻ്റെ ഭാഗമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണികളെ പാസ് മൂലമാണ് നിയന്ത്രിക്കുന്നത്. നമ്മളെല്ലാ കളികളും ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന 34 കളികളും കാണികൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് 800 രൂപയ്ക്ക് നമ്മൾ പാസ് സീസൺ പാസ് നമ്മൾ ഒരു സൗജന്യ നിരക്കിൽ കൊടുക്കുന്ന ഒരു സംവിധാനവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു വലിയ ഇതായിട്ട് തോന്നുകയാണ്. പിന്നെ നമ്മുടെ ദിവസേന ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങളിലേക്ക് ഇനി ഡെയിലി ടിക്കറ്റ് കാണണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ 60 രൂപയാണ് നമ്മൾ ഡെയിലി ടിക്കറ്റ് എന്ന രീതിയിൽ നമ്മൾ ഈടാക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ആദായം നമ്മൾ പൂർണ്ണമായും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കായിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫുട്ബോൾ ക്യാമ്പുകൾ ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടുള്ള വിവിധ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചെലവ് ചെയ്യണം എന്നാണ് നമ്മുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വലിയൊരു വിരുന്ന് ഫുട്ബോൾ പ്രേമികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഫുട്ബോൾ ആസ്വാദകർക്കും ഒരുക്കിക്കൊണ്ടാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൗൺസിലുകൾ അതിൻ്റെ 21ാമത് ടൂർണമെൻറ്റിലേക്ക് കാലെടുത്ത് പ്രവേശിക്കുന്നു. അപ്പോൾ തീർച്ചയായും മാധ്യമ സുഹൃത്തുക്കളുടെയും ഒപ്പം തന്നെ പ്രസ് മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നല്ലൊരു സഹകരണം നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.